എവിടെ? എന്താ എന്താ രവീന്ദ്ര? അജയൻ എവിടെ? ഇവിടെ വന്നതും അമ്പലത്തിൽ എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ. എന്താ? അമ്പലത്തിൽ എത്തിയിട്ടില്ല. എന്താ പ്രശ്നം? ഉത്സവത്തിന് വെടിക്കെട്ടിന്റെ ഇടയിൽ വലിയ അപകടം ഉണ്ടായി. 3-4 പേര് മരിച്ചതൊക്കെ കേൾക്കണത്. എന്റെ ഭഗവാനെ, വെടിക്കെട്ട് നടത്താൻ വന്ന ഈനാശു ലൈസൻസ് ഇല്ലായിരുന്നു. അവന്റെ ചേട്ടൻ ലാസറിന്റെ പേരിലെ ലൈസൻസ്. ഈനാശു തട്ടിപ്പാന്നാ പറയണത്. കമ്മിറ്റി പ്രസിഡന്റ് അജയനായതുകൊണ്ട് പോലീസ് അജയന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യും. ആളുകൾ മരിച്ചതുകൊണ്ട് അറസ്റ്റ് ഉറപ്പാ. ചെറുമംഗലം വെടിക്കെട്ട് അപകടത്തിൽ വെടിക്കെട്ട് നടത്തിപ്പുകാരൻ കീഴേക്കാട്ട് ഈനാശുവിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അപകടത്തിനിടയാക്കിയ വെടിമരുന്ന് ശാല അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ടു. തനിക്ക് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടും വെടിക്കെട്ട് നടത്തുവാൻ കമ്മിറ്റി പ്രസിഡന്റ് അജയ് ചന്ദ്രൻ നായർ തന്നെ നിർബന്ധിക്കുകയായിരുന്നു എന്ന് ഈനാശു കോടതിയെ ബോധിപ്പിച്ചു. ഇതിനിടയിൽ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് അജയ് ചന്ദ്രൻ നായർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വെടിക്കെട്ട് അപകടമുണ്ടായ ദിവസം മുതൽ അജയ് ചന്ദ്രൻ നായർ അപ്രത്യക്ഷനാണ്. ഈനാശുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ പ്രതി ചേർത്തിട്ടുണ്ട്. നീ പേടിക്കുന്ന പോലെ അവനെ പിടിച്ച് ജയിലിലിടൊന്നുമില്ല. കോടതിയിൽ നിന്ന് നേരിട്ട് ജാമ്യം എടുക്കാൻ വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടാ ഞങ്ങൾ വരണേ. ഇതിപ്പോ 2 ദിവസമായില്ല അച്ഛാ. എങ്ങോട്ട് പോയെന്ന് വെച്ചാൽ ഞാൻ സമാധാനത്തോടെ ഇരിക്കുക. ഒന്ന് ഫോണിൽ വിളിക്കെങ്കിലും ചെയ്യാറുന്നില്ലേ? അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടണമില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്ത ആളാ. ഇനി അറസ്റ്റ് നാണക്കേട് ഓർത്ത് എവിടേക്കെങ്കിലും മാറുന്നതാവൂ. അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അവൻ കരുതി കൂട്ടി ചെയ്തതൊന്നുമല്ലല്ലോ. ഉത്തരവാദിത്തം കമ്മിറ്റിക്കാർക്ക് മുഴുവനുണ്ട്. ഏയ്, കമ്മിറ്റിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല. ഷാരിഡി പറഞ്ഞ അതിന്റെ കാര്യം. ഒരു അപകടം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാണ്ട് രാത്രിക്ക് രാത്രി സ്ഥലമിടാ വേണ്ടത്. മരിച്ചവരുടെയും പരിക്ക് പറ്റിയവരുടെയും കോമ്പൻസേഷന്റെ കാര്യത്തിൽ കോടതിക്ക് പുറത്തു വെച്ചൊരു സെറ്റിൽമെന്റ് ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത്. അതല്ലെങ്കിൽ കേസിന്റെ പുറകെ എല്ലാവരും തൂങ്ങേണ്ടി വരും. എന്റെ ഭഗവതി, ഇങ്ങനെ പറ്റിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ അജയ് ചന്ദ്രൻ നായരുടെ കൂടെ ഇറങ്ങി പുറപ്പെടുകയായിരുന്നില്ല. ഹലോ, അജയേട്ടനാ. ഹലോ, എവിടെന്നാ? ആണോ? കണ്ടോ? ന്യൂസ് കണ്ടോ? ഓക്കെ അജയേട്ടാ. ഓക്കെ, ശരി അജയേട്ടാ. എന്താ എല്ലാരും പറഞ്ഞത്? അജയേട്ടാ മുങ്ങിയതാണെന്നോ? ബിസിനസിന്റെ കാര്യത്തിൽ എന്തോ അത്യാവശ്യം വന്നപ്പോ പെട്ടെന്ന് ആള് ഗൾഫിലേക്ക് പോയതാ. ടിവിയിലെ ന്യൂസ് കണ്ടപ്പോഴാണ് ഇവിടുത്തെ പുകിലുകളൊക്കെ അറിയണത്. ഗൾഫിൽ പോയിന്നാ? വീട്ടിൽ പോലും പറയാതെ. അജയൻ എന്താ പറഞ്ഞേ? നാളെ കഴിഞ്ഞ ആളെങ്കിൽ എത്തും കുറിപ്പേട്ടാ. അതോടെ എല്ലാത്തിനും പരിഹാരമാവും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് അജയൻ ഏറ്റു. പരിക്ക് പറ്റിയവരുടെ എല്ലാവരുടെയും ആശുപത്രി ചെലവും. പിന്നെന്താ പ്രശ്നം? അജയൻ പറ്റിച്ചു എന്നല്ലേ താൻ പറഞ്ഞത്? ഞാനോ? അജയൻ ആരെയും പറ്റിച്ചില്ലാന്നാ ഞാൻ പറഞ്ഞേ. ഇത്ര എളുപ്പം മുതൽ അജയനെ കാണുന്നതല്ലേ ഞാൻ. താൻ മാത്രോ? നമ്മളൊക്കെ അങ്ങനെയല്ലേ? അതെ. നഷ്ടപരിഹാരം കൊടുക്കാന്ന് അജയേന്ദ്രൻ നായർ സമ്മതിച്ചു തന്നെ ആ മനസ്സിന്റെ നന്മയാ. നമ്മളെ ചെറുമംഗലത്തുകാർ അത് തിരിച്ചറിയണം. അപ്പോ SIക്ക് ഇനി എന്താണാവോ പറയാനുള്ളത്? അയാൾ വന്നാൽ ആദ്യം സ്റ്റേഷനിലേക്ക് വരാൻ പറ. അവിടെ വെച്ച് പറയാം ബാക്കി കാര്യങ്ങൾ. പിന്നെന്താ, ഞങ്ങൾ കൊണ്ടുവന്നോളാം. ഉത്തരവാദിത്തം മുഴുവൻ അജയേട്ടനെ ഏറ്റ സ്ഥിതിക്ക് ഇനി കമ്മിറ്റിയുടെ ആവശ്യമുണ്ടോ ഷാരടി? എന്തിന്? എന്നാ കമ്മിറ്റി അങ്ങ് പിരിച്ചുവിടാം. എന്താ സൂതേട്ടാ? ഞാൻ എപ്പോഴേ പിരിച്ചുവിട്ട്. ഞാനും മന്നി. എന്താ ഇത്? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ദുബായ് വരെ പോവേണ്ടി വന്നു. പോയി. കല്യാണത്തിന് തിരക്കായതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനും യാത്ര ചോദിക്കാനും പറ്റിയില്ല. അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കണോ? എത്ര നിസ്സാരായിട്ടാ പറയണേ. ഇവിടുന്ന് ടൗണിൽ പോയി എന്ന് പറയും പോലെ എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോവായിരുന്നില്ല. ഓ എടി, ദുബായ് എന്ന് പറയുന്നത് നീ വിചാരിക്കുന്ന പോലെ അത്ര ദൂരത്തൊന്നുമല്ല. ഒരു പ്ലെയിനെ കയറി കഴിഞ്ഞാൽ 3.5-4 മണിക്കൂർ. ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണം അതിലും കൂടുതൽ സമയം. അജയേട്ടൻ എല്ലാം തമാശയാ. അതുകൊണ്ടല്ലേ ഇപ്പൊ പോലീസ് കേസുമായിട്ട് നടക്കേണ്ടി വന്നത്. എന്ത് കേസ്? ഞങ്ങൾ ഇപ്പൊ തന്നെ കോടതി പോയി ജാമ്യം എടുത്തിട്ടല്ലേ വരുന്നത്. ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വേണ്ട. അമ്പലവും വെടിക്കെട്ടും ഒന്നും. ഏതായാലും നഷ്ടപരിഹാരം കൊടുക്കുമ്പോ കുറച്ച് രൂപ ആ പോലീസുകാർക്കും കൊടുത്തേക്ക്. FIR അത്ര സ്ട്രോങ് ആയി എഴുതാഞ്ഞത് അജയൻ സാറ് ശരിക്കും കാണുമെന്ന് അറിയാവുന്നതുകൊണ്ടാണെന്ന് ആ പോലീസുകാരൻ പറഞ്ഞത്. പോലീസുകാരനെ മാത്രമല്ല, SI തൊട്ട് മുകളിലുള്ള സകലരെയും ശരിക്കും കാണേണ്ടി വരും. എന്നാ പിന്നെ രമേശൻ ചെല്ല്. അല്ല, ഏറ്റുമാനൂരുകാര് പലതവണയായി വിളിക്കണത്. എന്താ വേണ്ടേ? വന്ന് കയറിയല്ലേ ഉള്ളൂ, തീരുമാനിക്കാം. എന്താ പറഞ്ഞെന്ന്? പോവുക. എൻ്റെ ഗുരുവായൂരപ്പാ, താൻ എന്താ അജയ ചോദിക്കണേ? ഇനിയും ലോൺ എൻഹാൻസ് ചെയ്ത് തരാനോ? പലപ്പോഴായിട്ട് കൂട്ടി തന്നിട്ട് ഇപ്പൊ അത് 75 lakhs അടുത്ത് എത്തിയിട്ടുണ്ട്. അറിയോ? അറിയാം. പക്ഷെ സാർ എന്നെ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യണം. എൻ്റെ തിരുപ്പതി ഭഗവാനാണ് നടക്കാത്ത കാര്യം താനീ പറയണം. ഇപ്പോഴുള്ള ലോൺ തന്നെ ഒരൊറ്റ തവണ പോലും താൻ തിരിച്ചടച്ചിട്ടില്ല. 40 ലക്ഷം രൂപ താനിവിടെ FD ഇട്ട ബലത്തിലാ ഞാനിതൊക്കെ അനുവദിച്ചു തന്നത്.
ഇപ്പൊ അതുകൂടി പിൻവലിച്ച സ്ഥിതിക്ക് എന്റെ വൈക്കത്തപ്പനാണേ ഒരു രക്ഷയില്ല. ഏത് കണ്ണുപൊട്ടം കണ്ടാലും മിനിമം ഒരു 10-70 ലക്ഷം രൂപ വില മതിക്കുന്നതിന്റെ വീടും പറമ്പ് ഞാനോട് ഈട് തന്നിട്ടില്ലേ? അതൊക്കെ ജപ്തി ചെയ്തിട്ട് ബാധ്യത വസൂലാക്കാച്ച അത്ര എളുപ്പമുള്ള കാര്യമാണോ അജയ? ഞാൻ പറഞ്ഞല്ലോ സാറേ, ഗൾഫിൽ ഒരു ബിസിനസ് ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് കുറച്ച് പണം അറേഞ്ച് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ FD പിൻവലിച്ചത്. അല്ല, പോരാത്ത കാശ് സാർ ആ ലോണിലൊന്ന് ആഡ് ചെയ്ത 6 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചടച്ചേക്കാം. എന്റെ ശ്രീപത്മനാഭ, അപ്പൊ ഗൾഫിലെ തന്റെ ബിസിനസ് ഒന്നും റൺ ആയിട്ടില്ല എന്നർത്ഥം. ഒരു ചെറിയ ലൈസൻസിന്റെ പ്രശ്നം, അത് ഉടനെ ശരിയാവില്ലേ? എന്നെ പോലുള്ള മാനേജർമാര് നിങ്ങളെപ്പോലെ ചില ബിസിനസ്സുകാരെ അങ്ങോട്ട് വിശ്വസിക്കും. കൊടുത്ത പണത്തിന്റെ പലിശ പോലും തിരിച്ചടയ്ക്കാൻ പോണില്ല എന്ന് അറിയുമ്പോഴാ ചതി പറ്റിയെന്ന് മനസ്സിലാവും. ഈ ദൈവങ്ങളൊക്കെ നിരന്നിരുന്ന് കടാക്ഷിക്കണോണ്ടാ എന്റെ സർവീസ് ബുക്കിൽ ഇതുവരെ റെഡ് മാർക്ക് വീണിട്ടില്ല. നായരായിട്ട് അത് ഉണ്ടാക്കരുത്. ഇവിടുന്ന് ഇറങ്ങിയ ജീവിച്ചു പോവാൻ പെൻഷൻ തന്നെ വേണം. ഇനിയുള്ള കാലം പെൺമക്കളുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് കൈ നീട്ടാൻ തയ്യാറല്ല. അതുകൊണ്ട് ആദ്യം അനുവദിച്ച ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കുക. സർ, ഒന്നുകൂടി ആലോചിച്ചിട്ട്. ഒരുപാട് ഇപ്പൊ തന്നെ ആലോചിച്ചതാ. ലോൺ തിരിച്ചടയ്ക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കിയില്ലെങ്കിൽ പറശ്ശിനിക്കടവ് മുത്തപ്പനാണെ തിരിച്ചു പിടിക്കാനുള്ള മാർഗം ഞാൻ നോക്കും. കഴിഞ്ഞ മകരത്തിൽ എൻ്റെ ദശ മാറി. ശനിയാ, അതും കണ്ടകൻ കൊണ്ടേ പോവൂ. പക്ഷെ താനായിട്ട് അതിന് ആക്കം കൂട്ടരുത്. തനിക്ക് പേതാ ദശ അറിയില്ല സർ. എന്നാ ഒന്ന് നോക്കിച്ചോളൂ. വല്ല കുഴപ്പം പിടിച്ച കാലാച്ച എന്തെങ്കിലും പരിഹാരം ചെയ്ത് രക്ഷപ്പെടാൻ നോക്കുക. ഈ ജാതകം എന്നൊക്കെ പറയണത് വലിയ സത്യ. എന്തെങ്കിലും കുഴപ്പം വരാൻ നേരത്തെ ആ മനുഷ്യന്മാർ ഇതൊക്കെ നോക്കുക. അപ്പം പിന്നെ പിടിച്ചാൽ കിട്ടാത്ത കാലായിട്ടുണ്ടാവും. ആഞ്ജനേയാ. അജേട്ടാ ഫോൺ. കാര്യം എന്താണെന്ന് ചോദിക്ക്. ഞാനിത് തിരക്കില്ലെന്ന് പറ. ആ കമ്മ്യൂണിറ്റി ഹാള് പുതുക്കി പണിയാൻ അജേട്ടൻ കൊടുത്ത ചെക്ക് മടങ്ങിയെന്ന്. നല്ല ബെസ്റ്റ് പാർട്ടീസ്. ചെക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നോട് വാക്ക് പറയണ്ടേ? ഞാൻ ഈ SB അക്കൗണ്ടിൽ അങ്ങനെ പണം സൂക്ഷിക്കാറില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞ് എന്നെ വിളിക്കും. ചെക്ക് എപ്പോൾ റീസബ്മിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം. എന്ത് പ്രശ്നം? നിങ്ങളോട് പറഞ്ഞ കാശ് നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റുമോ? ഞാനും ഈ നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള ആളല്ലേ. ഓക്കെ. ആര് വിളിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടെന്ന് ചാടി കയറി പറയാൻ നിൽക്കണ്ട. ഒരു പരിധി വിട്ടാ പിന്നെ ഈ പിരിവുകാരൊരു ശല്യ. അജേട്ടൻ എന്തായി തരണേ? നിങ്ങൾക്ക് ഇങ്ങനെ വലിച്ചു വാരിയിട്ട് പോയാ മതി. ഒതുക്കി വെക്കാൻ ഞാൻ തന്നെ വേണ്ടേ? നിന്റെ ഒതുക്കല് തന്നെയാ ഈ പ്രശ്നം. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു തരില്ല. ഇങ്ങനെ കുത്തി മറിക്കണോ? എന്താ വേണ്ടത്? ജാതകം. എന്റെ അമ്മ ഞാൻ ജനിച്ചപ്പ താളിയോലയിൽ എഴുതിപ്പിച്ചൊരു ജാതകം ഉണ്ടായിരുന്നു. അത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഇന്നേ വരെ ജാതകം അന്വേഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏത് മനുഷ്യന് സ്വന്തമായിട്ടൊരു ജാതകം ഉണ്ടാവും. അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. കല്യാണത്തിന് വരെ ജാതകം നോക്കണ്ടെന്ന് പറഞ്ഞ ആളാ. അതിന്റെ കുഴപ്പം തന്നെ ഞാൻ അനുഭവിക്കണത്. എന്താ പറഞ്ഞ? ഒന്നുമില്ലേ, ആനച്ചെവിയും വിടത്തിങ്ങനെ നോക്കി നിൽക്കാതെ തപ്പടി. ഇതിപ്പോ ഏത് പണിക്കരെ കൊണ്ടാണോ വായിപ്പിക്കാൻ പോണത്? എന്താ നിന്റെ സ്വരത്തിലൊരു പൂജ്ഞം? ഒന്നുമില്ല. എടീ, എന്തിനും ഏതിനും എതിര് നിൽക്കാൻ ഒരുപാട് പേരാ ചുറ്റും. അതിനിടെ കൂടെ ചൊവ്വയും ശനിയും കൂടി എതിര് നിന്നാ ശരിയാവില്ല. പുതിയ ചില കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചിലത് നോക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ആ, നീ എന്താ വൈകിയത്? ലക്ഷ്മിയുടെ അടുത്ത് പോയതാ. അവളുടെ ഓപ്പറേഷന്റെ ഡേറ്റ് ഫിക്സ് ആയി. അതെയോ? അച്ഛാ, നെക്സ്റ്റ് മന്ത് 10th 8th പോയി അഡ്മിറ്റ് ആവണം. അവരുടെ ഹോപ്പ് മുഴുവൻ അച്ഛനിലാട്ടോ. അടുത്ത മാസമല്ലേ? ലക്ഷ്മിയോട് ധൈര്യമായിട്ടിരിക്കാൻ പറ. ഒക്കെ നടക്കും. മോളുടെ മുമ്പിൽ വെച്ചല്ലേ അച്ഛൻ വാക്ക് കൊടുത്തത്? എനിക്കറിയാം അച്ഛാ. യു നെവർ ലെറ്റ് മീ ഡൗൺ. പിന്നെന്താ, ഇതെന്റെ മോളുടെ അഭിമാനമാണെന്ന് അച്ഛൻ അറിഞ്ഞൂടെ? നമുക്ക് അഭിമാനമല്ലേ വലുത്. അത് നഷ്ടപ്പെട്ട പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അല്ലേ രശ്മി? മോള് ചെന്ന ഡ്രസ്സൊക്കെ മാറ്റ. എനിക്കിതിലൊന്നും അങ്ങോട്ട് പൂർണ്ണ വിശ്വാസം ഉണ്ടായിട്ടല്ല. എന്നാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ മാത്രം നിയന്ത്രണത്തിലാണെന്ന് അങ്ങോട്ട് തോന്നണില്ല. അത്ര മാത്രം തടസ്സങ്ങളാ. ഹോ, അല്ല, ഈ ഒരുമാതിരി പാമ്പും കൂടിയും കളി പോലെ ഏത് നേരവും പാമ്പിന്റെ വായിപ്പെട്ട് താഴേക്ക് പോരല്ലേ. എന്നാ കോണിയുടെ അടുത്തെത്തുമ്പോഴോ കരിയോട്ട് വീഴൂല്ല. ആവശ്യത്തിന് എണ്ണം വീണാലല്ലേ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കരു നമ്മുടെ ഇഷ്ടത്തിന് വീണെങ്കിലേ മോളിൽ കിടന്ന് തിരിയണ ഒരുപാട് പേര് വിചാരിക്കണം. അജേട്ടാ, ഈ വാവടക്കുമ്പോ ചിലർക്ക് ഭ്രാന്ത് കൂടുന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഓ, പിന്നെ ഈ ലോകത്തുള്ളവരെ മുഴുവൻ ചന്ദ്രൻ മുകളിൽ നിന്ന് ആകർഷിക്കുന്നുണ്ട്. ചന്ദ്രൻ ഒന്ന് വീക്കായാൽ മനസമാധാനം അപ്പ പോകും. നീ ഇതൊക്കെ എന്നാ മനസ്സിലാക്കിയത്? ഒരു തവണ ദേവറാം സാറിന്റെ അടുത്ത് ചെന്നാൽ അജയന് എന്തെല്ലാം അറിയാൻ കിടക്കുന്നു.
അല്ല ഈ ദേവറാം എന്ന് പറയുന്നത് അത്ര വലിയ ജോത്സ്യനാ? ജോത്സ്യനും മാന്ത്രികനൊന്നുമല്ല, അങ്ങനെ ഒരു തട്ടിപ്പുകാരനും അല്ല. ദേ എന്റെ കയ്യിൽ ഈ തിലകമണി കണ്ട, മൂപ്പര് തന്നതാ. ആ ഇത് ഇട്ടേ പിന്നെ ഒരു പ്രോബ്ലം എന്നെ ബാധിച്ചിട്ടില്ല. ഞങ്ങളുടെ നേതാവ് പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന എങ്ങനെയാ? മൂപ്പര് പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാറ്റിയിട്ടാ. എന്നാലും ഈ ആൾ ദൈവം എന്നൊക്കെ പറയുമ്പോ ഇത് ദൈവമാണെന്ന് ആര് പറഞ്ഞു? സയൻസ് ആണ്. മൂപ്പര് ശരിക്കും സയന്റിസ്റ്റാ. സയൻസിൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? സയൻസ് സത്യ. ഞാനൊരു ജാലവിദ്യക്കാരനല്ല, ജ്യോതിഷിയല്ല, സന്യാസിയല്ല. സാധാരണ ഭൗതിക ജീവിതം നയിക്കുന്ന ഗൃഹസ്ഥാശ്രമിയായ ഞാൻ ഭൂമിയിൽ അസംഖ്യം ജീവജാലങ്ങളെ സ്വാധീനിക്കുന്ന നെഗറ്റീവ് പോസിറ്റീവ് എനർജി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെന്നേ ഉള്ളൂ. നമ്മെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ ചിന്തിക്കുന്നു. അല്ല, എനിക്ക് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷെ താങ്കൾ കടന്നു വന്നപ്പോൾ അപാരമായ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളുടെ വസ്ത്രം കൂടി കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു, അസാരമായ ദൈവാധീനമുള്ള ഒരാളാണ് എന്നെ തേടി വന്നിരിക്കുന്നതെന്ന്. പറയൂ, ശനിയാഴ്ച ധരിക്കേണ്ടുന്ന നിറം കറുപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇന്ന് താങ്കൾ കറുപ്പ് ഷർട്ടിട്ടത്? ഹിന്ദു മിത്തോളജി പ്രകാരം ഓരോ ദിവസത്തിനും ഓരോ നിറമാണ് പഥ്യം. ഉദാഹരണത്തിന് ഞായർ സൂര്യന്റെ ദിവസമാണ്, അന്ന് ധരിക്കേണ്ടത് ചുവപ്പ് നിറം. തിങ്കൾ ചന്ദ്രന്റെ ദിവസമാണ്, മഞ്ഞ. ചൊവ്വ അതായത് മാർസ്, അന്ന് ധരിക്കേണ്ടത് മെറൂൺ. ബുധൻ മർക്കുറി, പച്ച. വ്യാഴത്തിന് ഓറഞ്ച്. വെള്ളി ശുക്രൻ, നീലയോ വെള്ളയോ അഭികാമ്യം. ശനി എന്നാൽ സാറ്റേൺ, അതുകൊണ്ട് കറുപ്പ്. അയ്യോ, അതൊന്നും നോക്കിയിട്ടല്ല ഞാൻ ഈ ഷർട്ട് ഇട്ടത്. മനസ്സിലായി. അതറിയാവുന്നവർ കോസ്മിക് ലോയെ അനുസരിക്കുന്നവരാണ്. ദൈവാധീനമുള്ള ചിലരാകട്ടെ അവരറിയാതെ തന്നെ ആ നിറം തിരഞ്ഞെടുക്കുന്നു. താങ്കൾ അങ്ങനെ ഒരാളാണ്. താങ്കൾ വന്നതിന്റെ കാരണം ഇതിനകം തന്നെ എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ധനമാണ് താങ്കളുടെ പ്രശ്നം, അതായത് കുബേരനാണ് വീക്ക്. ചെറിയ തടസ്സങ്ങളേ ഉള്ളൂ. പക്ഷേ അത് മാറണമെങ്കിൽ കോസ്മിക് വേൾഡിന്റെ മാഗ്നറ്റിക് ഫ്ലക്സും താങ്കളുടെ ഹ്യൂമൻ ബോഡിയുടെ മാഗ്നറ്റിക് ഫ്ലക്സും മെർജ് ചെയ്ത് ഒന്നാകണം. യു ഗെറ്റ് മീ? അതിന് വജ്രം കൊണ്ടേ കഴിയൂ. കോടാനുകോടി വർഷങ്ങളായി ഭൂമിക്കടിയിൽ കാന്തിക പ്രഭാവലയത്തിൽ കിടക്കുന്ന റിയൽ വജ്രം നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന പോസിറ്റീവ് എനർജി കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. അത്രയ്ക്ക് സിമ്പിളാണ് ഞങ്ങളുടെ തിയറി. ആ ജന്മനക്ഷത്രം അനിഴം. ജനിച്ചത് ജൂലൈ. സോ ദ സോഡിയാക് സൈൻ ഈസ് ക്യാൻസർ. ധനാഗമ ഭൈരവ മാല തന്നെ വേണം. ഐ മീൻ റിയൽ വജ്രം. ചിലവ് 1,00,000 വരെ അത്രേ ഉള്ളൂ. 1,00,000? യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ടു സ്റ്റിമുലൈസ് യുവർ എനർജി ലെവൽ മിസ്റ്റർ അജയൻ നായർ. എനിക്ക് വേണമെങ്കിൽ ചില വില കുറഞ്ഞ കല്ലുകൾ താങ്കളെ ഏൽപ്പിക്കാം. പക്ഷെ അതിൽ കാര്യമില്ല. ഞങ്ങൾ തരുന്ന മാല ധരിച്ച ശേഷം താങ്കൾ സ്വര എന്ന യോഗ കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. സംഭവിക്കുന്ന അത്ഭുതങ്ങൾ നേരിൽ അനുഭവിക്കാം. അതിനുശേഷം ആ മാല വേണ്ടെങ്കിൽ ഇവിടെ തന്നെ തിരികെ തരാം. വജ്രത്തിന്റെ തുക മടക്കി തരും. എന്ന് വെച്ചാൽ ഒരു ചെറിയ തുക മാത്രം ദക്ഷിണയായി ഞങ്ങൾ എടുക്കും. കാരണം സ്വര ചാരിറ്റബിൾ സൊസൈറ്റി നടത്തുന്നത് കച്ചവടമല്ല, ഒരു സേവനമാണ്. ചിന്തിക്കൂ മിസ്റ്റർ അജയചന്ദ്രൻ നായർ, എനിക്ക് സ്വര പ്രാക്ടീസ് ചെയ്യാൻ സമയമായി. സ്വര. ഇതെന്തായി കാട്ടണേ? സ്വര. സ്വരയോ? ഇതെന്ത് വേഷ ഇത്? സൺഡേ, സൂര്യൻ ചുവപ്പ്. അയ്യേ, ഇതെന്താ ഇങ്ങനെ ഒരു മാല? ഊരി കളയാ ചേട്ടാ, മഹാ ചീപ്പാ. ചീപ്പോ? ഇതേ ഒറിജിനൽ ഡയമണ്ടാ. അല്ലെങ്കിൽ നിനക്ക് ബോധമില്ല. ഇതിന്റെ വില കൂടി കേട്ടാലേ നിന്റെ ഉള്ള ബോധം കൂടി പോകും. 1 കോടി രൂപയാണെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഇമാതിരി മാല ഇട്ടോണ്ട് നടക്കുന്നത് ചീപ്നെസ് തന്നെയാ. ഒന്ന് അഴിക്കാ. ഇതേ അച്ഛന്റെ പോസിറ്റീവ് എനർജി കൂട്ടാനുള്ളതാ. ഒരിക്കൽ ഇട്ടാ പിന്നെ അഴിക്കാൻ പാടില്ല. നീ ഓറ എന്ന് കേട്ടിട്ടുണ്ടോ? കാട്ടുകോഴിക്കുന്ന സംക്രാന്തിയില്ലേ? എടീ, ദൈവങ്ങളുടെ ഫോട്ടോയില് അവരുടെ തലയ്ക്ക് പുറകിൽ ഒരു വട്ടം കണ്ടിട്ടില്ലേ? പ്രഭാവലയം. അതാണ് ഓറ. അതെല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് എനർജി കൂട്ടാൻ വേണ്ടി ചിലർക്ക് വൈരം, മരതകം, മാണിക്യം, അങ്ങനെ 100 കണക്കിന് കല്ലുകളാ. എന്റെ ജനനസമയം രാശിയും വെച്ച് ഈ വൈരക്കല്ലിട്ട പിന്നെ ഒരു നെഗറ്റീവ് എനർജി എന്നെ ബാധിക്കില്ല. അച്ഛന് വട്ടായോ? ആരാ ഈ മണ്ടത്തരൊക്കെ പറഞ്ഞു തന്നത്? മണ്ടത്തരോ? അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പുച്ഛിക്കരുത്. അല്ല, ഇതിനു മുമ്പ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ചോദിച്ചതാ. പണ്ടത്തെ പോലെ അല്ല. ഇപ്പൊ ബിസിനസ്സുകാരന് 100,000 കൂട്ടം പ്രശ്നങ്ങളാ. അപ്പൊ അതാ കാര്യം. എന്ത്?
മുമ്പ് ജോലിക്കാരനായിരുന്നപ്പോ മാസാമാസം കിട്ടുന്ന ശമ്പളം ഒരു ദൈവം വിചാരിച്ചാലും കൂട്ടാൻ പറ്റില്ലെന്ന് അജയേട്ടന് നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ നിരീശ്വരവാദി ആയാലും തർക്കമില്ല. ഇപ്പൊ ബിസിനസ്സുകാരനായപ്പോ ഏതെങ്കിലും ദൈവം വിചാരിച്ച് ബിസിനസ് മെച്ചപ്പെട്ടാലോ? ഇപ്പൊ നീ ക്രിയേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് എനർജി. അത് നിന്നെ കൊണ്ട് പറയിക്കണത് എന്റെ അച്ഛൻ അച്യുതൻ നായർ. പക്ഷേ ഈ മാലയിട്ടത് കൊണ്ട് അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല മോളെ. എനിക്കൊട്ട് ദേഷ്യവും വരില്ല. എന്നിട്ട് ഇപ്പൊ ദേഷ്യം വന്നതോ? എനിക്ക് പോസിറ്റീവ് എനർജി വന്നു. ഇനി എനിക്ക് ദേഷ്യേ വരില്ല. അമ്മേ, എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? മോളെ, അമ്മ കുറച്ചു നേരം യുക്തിവാദിയാവാൻ നോക്കി. പക്ഷേ പെട്ടെന്ന് ഭക്തനായ നിന്റെ അച്ഛനത് നെഗറ്റീവ് എനർജി. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. നിർത്ത്. ഇത് മരിച്ച വാസുവിന്റെ ഭാര്യ അമ്മിണി. ഇതാ മരിച്ച പ്രഭാരേട്ടൻ അനിയ ഗംഗാധരൻ. ഇത് കണ്ട നമ്മുടെ ഗോപാലേട്ടൻ. എണീറ്റ് നിൽക്കാൻ പറ്റണ്ട ഈ പാവത്തിന്. പിന്നെ ആരൊക്കെയാണെന്ന് വെച്ചോ പറഞ്ഞു കൊടുറോ. അതിന് അജയനെ തറഞ്ഞു വെച്ചോണ്ട് ഒച്ച വെച്ചോണ്ട് പ്രശ്നം തീരില്ലല്ലോ. തീർക്കണം. തരാന്ന് പറഞ്ഞ തുക ഇന്ന് തന്നെ കിട്ടണം. ഇന്ന് തന്നെ വേണോ? എന്താ പറ്റില്ലേ? ഇല്ലെങ്കിൽ പറ, എന്താ വേണ്ടത് ഞങ്ങൾക്കറിയാം. ആ തുറന്നൊന്ന് മിണ്ട് നായരെ, ഒരു തീരുമാനം പറ. നഷ്ടപരിഹാരം കൊടുക്കാന്ന് അജയന്ദ്രൻ നായർ ഏറ്റതാ. അപ്പൊ പിന്നെ അത് വെച്ച് വഹിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് കുറുപ്പേ. ഇത് ഒരു തരം ഉമ്മാക്കി കളിയല്ലേ? ഈ പാവങ്ങൾ പണിക്ക് പോവാണ്, പട്ടിണി കിടക്കാൻ തുടങ്ങി ദിവസത്തിലേ. നിർത്തലോ, അതിന് ഇവര് സംസാരിച്ചോളൂ. താനെന്തിനാ ഇവരുടെ നേതാവായിട്ട് കെട്ടിയിറങ്ങിയത്? നീയൊക്കെ കൊടി പിടിച്ച് മുട്ടുകുത്തിച്ച മുതലാളിമാരുണ്ടാവും. അക്കൂട്ടത്തിൽ നീ അജയചന്ദ്രൻ നായരെ കാണണ്ടാട്ടോടാ. വേണ്ട. അത് ശരി, മൂരാച്ചി മുതലാളിത്ത സ്വഭാവം ഇവിടെ എടുത്താണ്ടല്ലോ. ഈ നാട്ടിൽ വർഗസ്നേഹമുള്ള തൊഴിലാളികൾ ഇനിയും ഉണ്ട് മുതലാളി. നിങ്ങൾ കുറച്ച് വേർക്കും. എന്താ സുരേന്ദ്ര ഇത്? അമ്പലമുറ്റത്താണോ തടഞ്ഞു വെക്കലും ചോദ്യം ചെയ്യലൊക്കെ? രവിയേട്ടൻ ഇടപെടണ്ട. ഈ കണക്ക് ഇവിടെ തീർക്കണം. നമുക്ക് തീർക്കാം. ബഹളം വെച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാവൂ. ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ ചെല്ല്. രവിയേട്ട, നീ ആളുകളെ വിളിച്ച് പോ സുരേന്ദ്ര. ഒരു തീരുമാനം ഉണ്ടാക്കി ഉടനെ അറിയിക്കാം. എങ്കിൽ അത് നാളെ തന്നെ വേണം. അല്ലെങ്കിൽ കാര്യങ്ങൾ ഏതൊക്കെ വിധത്തിൽ വഷളാവുമെന്ന് ഇപ്പം പറയാൻ പറ്റില്ല. അജയൻ ചെല്ല്. ഇവിടെ അധികം നേരം നിൽക്കണ്ട. രാഷ്ട്രീയക്കാരോട് കശപിശുണ്ടാക്കി ശരിയാവില്ല. അത് ശരി. അപ്പൊ ഇത് എല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു നാടകം കളിയായിരുന്നു അല്ലേ? എന്നെ അപമാനിക്കാനാണ് നീ ആ കൊടിച്ചിപ്പെട്ടി ഇറക്കി വിട്ടതെങ്കിൽ നടക്കൂല രവീന്ദ്ര. ഞാനും ഈ നാട്ടിൽ തന്നെയാ ജീവിക്കുന്നത്. വാട സുഗത. അല്ല, എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഈ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ ചെയ്യണ പോലെ അവനെ കാണുമ്പോ വെല്ലുവിളിക്കണത് എന്തിനാ? നീ പിന്നാലെ നടന്ന പെണ്ണ് നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവനെ കെട്ടി. അതിന് അവന്റെ മെക്കിട്ടുകാരൻ എന്തിനാ? പാവുള്ളവൻ. അവരിനി വീടിന്റെ മുമ്പിൽ വന്ന് നിന്ന് മുദ്രാക്കം വിളി തുടങ്ങാ ചേട്ടാ. ആകെ ചമ്മലാവും. അല്ല, വാക്ക് നമ്മൾ പറഞ്ഞാണേ. അതിന് കാശ് കൊടുക്കാതിരുന്നാലേ പ്രശ്നമുള്ളൂ. കൊടുത്താ തീരില്ലേ? കുറച്ച് പണം ഞാനിന്ന് തരാം. കൊടുക്കാന്ന് പറഞ്ഞവരുടെ വീട്ടിലൊക്കെ അത് ഇന്ന് തന്നെ കൊടുത്തേക്ക്. ബാക്കി എത്രയും പെട്ടെന്ന് എത്തിക്കാന്ന് പറ. നമ്മളായിട്ട് പറ്റിച്ചു എന്ന് തോന്നിയാ ചിലപ്പോ പാവങ്ങൾ ശപിക്കും. പിന്നെ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്റെ പേരിലുള്ള 80% സ്ഥലത്തിന്റെ ആധാരവും എന്റെ ഭാര്യയുടെ ചെക്കും ഒക്കെ ഞാൻ നിനക്ക് ഈടായിട്ട് തന്നതല്ലേ? പിന്നെന്താ? രാജാ, പറഞ്ഞു കൊടുക്ക് ഈടിന്റെ കാര്യം. എൻ്റെ നായരെ, താൻ കയ്യിൽ നിന്ന് കാശെടുത്തും ഞങ്ങളുടെ നിന്ന് കടം വാങ്ങിയും തീറാക്കിയ ആ സ്ഥലം അതിനു മുമ്പേ സഹകരണ ബാങ്ക് ജപ്തി ചെയ്തതാ. തീറിന് മുൻപേ മുന്നാധാരങ്ങൾ മുഴുവൻ ശരിക്കും പരിശോധിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഏയ്, അങ്ങനെ വരില്ല. രമേശനെല്ലാം നോക്കിയതാ. ഒരാധാരം മാത്രമേ കാണാതെ പോയിട്ടുള്ളൂ. അതിന് പത്രപരസ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് കാര്യം. അന്ന് കാണാതെ പോയ ആ ആധാരം ഇപ്പൊ പെരിയമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ ലോക്കറിൽ ഇരിപ്പുണ്ട്. സ്ഥലം ക്രയവിക്രയം ചെയ്യാൻ മുക്തിയാർ എഴുതി കൊടുത്തിട്ട് ആധാരം ബാങ്കിൽ പണയം വെച്ചതാ. ആ മുക്തിയാർ പ്രകാരം കച്ചവടം ചെയ്ത സ്ഥലമാണ് ഇപ്പൊ അജയം വാങ്ങിയിരിക്കുന്നത്. പഴയ കട അവര് തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് ബാങ്കിൽ നിന്ന് ജപ്തിയായി. ആ മുക്തിയാറിന്റെ കോപ്പി എടുത്ത് നോക്ക്. ഏജന്റിന്റെ പേരിന്റെ സ്ഥാനത്ത് രമേശന്റെ പേര് കാണാം. എന്നുവെച്ചാ രമേശൻ കൂടി അറിഞ്ഞിട്ട് തന്നെയാവും തന്റെ പെടലിക്ക് ആ സ്ഥലം വെച്ച് തന്നതെന്ന്. നമുക്കിനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. രാജാ, ആ കണക്കൊന്ന് വായിച്ചു കൊടുക്കുക. വായിക്കാലോ. ഇതാ, 100-ന് മിനിമം 5 രൂപ വെച്ച് കണക്കാക്കിയാൽ 50 ലക്ഷത്തിന് മാസം 2,50,000 രൂപ പലിശ. അങ്ങനെ 6 മാസത്തിന് 15 ലക്ഷം. അപ്പോൾ 50ഉം 15ഉം 65. പിന്നെ ബാങ്കിൽ നിന്ന് ആധാരം ഒഴിമുറി വെച്ച് വാങ്ങാൻ 25 ലക്ഷം. ആ 25ഉം 65ഉം കൂടി കൂട്ടിയാൽ 90 ലക്ഷം. പിന്നെ കൂട്ടുപലിശയും ഒക്കെ കൂടി ഏതാണ്ട് 1 കോടിയുടെ അടുത്ത് വരും. 50 ലക്ഷം വാങ്ങിയതിന് 1 കോടിയോ? 6 മാസം കൊണ്ട് ഇരട്ടിയോ? ഇത് ചീറ്റിങ്ങാ, ഞാൻ സമ്മതിക്കില്ല. ഇത് ബാങ്ക് അല്ലല്ലോ അജയ,
അറിഞ്ഞോണ്ട് തല വെച്ച് തന്നല്ലേ, അറക്കാണ്ട വിട്ടാ ഞങ്ങൾക്കൊരു സുഖം ഉണ്ടാവുമോ? ബാങ്കിലെ കടം തീർത്ത് ഇന്നത്തെ മാർക്കറ്റ് വില വെച്ച് ആ സ്ഥലം ഞങ്ങളുടെ പേർക്ക് തീർു വാങ്ങാം. എന്താ അപ്പോഴും വേണമല്ലോ 10-40 ലക്ഷം വേറെ. അതിനെന്ത് ചെയ്യും? അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, ബാക്കി തുകയിലേക്ക് വകയിരുത്താൻ കയ്യിലുള്ള ആ ബെൻസ് ഇങ്ങ് തന്നേക്ക്. ബെൻസോ? ദേ പലിശക്കാരുടെ മുഷ്കനോട് കാണിക്കരുത്. അജയ, ബലം പിടിക്കരുത്. കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ ഞങ്ങളത് കൊണ്ടുപോകും. അതിപ്പോ അജയനെ ഇവിടെ തല്ലിയിട്ടിട്ടാണെങ്കിലും ഞങ്ങളത് ചെയ്യും. അത് വേണോ? ആ ബെൻസിന്റെ താക്കോലും കന്നൊക്കെ. ഓ, ഡ്രൈവർ ഉണ്ടല്ലേ. അല്ല, പുള്ളിയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ അത് നേരിട്ട് വാങ്ങണോ അതോ? പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാതായാലേ താക്കോല് ഞങ്ങൾ വാങ്ങിക്കോളാം. ബാക്കി കണക്ക് പെട്ടെന്ന് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ തന്റെയും ഭാര്യയുടെയും ചെക്കുണ്ട് കയ്യിൽ. അത് മതി ഞങ്ങൾക്ക്. ബാറിലെ ബില്ലൊന്ന് സെറ്റിൽ ചെയ്തേക്ക്. അതതിന്റെ ഒരു മുറ. ഒരു ഉപകാരം ചെയ്യണം. ഞാനും കൂടെ വരാം. പോകുന്ന വഴിക്ക് ആ ഡ്രൈവറെ എവിടെയെങ്കിലും ഇറക്കി വിടാം. തൽക്കാലം പുള്ളിക്കാരനത് അറിയണ്ട. അതിപ്പോ എങ്ങനെ? അത് മതി രാജ. ആ ഒരു മര്യാദ നമുക്ക് നായരോട് കാണിക്കാം. എന്താ ടാക്സിയില്? കാർ എവിടെ ചേട്ടാ? ആക്സിഡന്റ് ആയി. ഈശ്വര, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? എന്തെങ്കിലും പറ്റിയ പിന്നെ കുന്തം കുത്തിയ പോലെ ഞാനിവിടെ നിൽക്കുവോ? എന്റെ രശ്മി, നമ്മുടെ നാടല്ലേ, ബെൻസാണെന്നൊക്കെ ടിപ്പറുകാർക്ക് നോട്ടമുണ്ടോ? പോരാത്തിന് ഗട്ടറും. ഓ, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. വണ്ടി വർക്ക്ഷോപ്പിലാ, കിട്ടാൻ കുറച്ച് നാളാവും. അച്ഛാ, ഫോൺ ലക്ഷ്മിയുടെ അച്ഛനാ. ഹലോ. ആ, എന്താ എന്താ വിശേഷം? അത് മോളുടെ ഓപ്പറേഷൻ. ഓ, ഡേറ്റ് ആയില്ലേ? അതെ, അടുത്ത ബുധനാഴ്ച. ഒക്കെ ശരിയാവും പോലെ ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ നടക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ കടപ്പാട് സാറിനോടാ. സാർ എന്നാ പണം തരാന്ന് ഏറ്റില്ലായിരുന്നെങ്കിൽ. പോകുന്നതിന്റെ തലേന്ന് തന്നെ ഞാനും മോളും കൂടി പണമായിട്ടങ്ങ് എത്തും പോലെ. ശരി. അച്ഛനിപ്പോ സ്കൂളിലൊരു ഹീറോയാ. കുട്ടികൾക്കൊക്കെ വലിയ റെസ്പെക്റ്റാ. എന്താച്ചാ? നിന്റെ കൂടെ ആ ബെൻസിലൊന്ന് യാത്ര ചെയ്യണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. അത് വർക്ക്ഷോപ്പിലാ, ഉടനെ കിട്ടും. അത് കിട്ടട്ടെ, തൽക്കാലം ഇതിൽ കയറാം. പോണ വഴിക്ക് നീ വീട്ടിൽ തന്നെ ഒന്ന് വിട്ടേക്ക്. പറ, എന്താ നിനക്ക് പറ്റിയത്? എവിടെയാ പിഴച്ചത്? പിഴക്കേ? അച്ഛൻ എന്തൊക്കെയാ പറയണത്? ആ രവീന്ദ്രൻ ഇവിടെ വന്നിരുന്നു. അവൻ്റെ ഭാര്യയുടെ ആങ്ങളെ ദുബായിൽ നിന്ന് വന്നപ്പോൾ നിന്റെ അവിടുത്തെ കുറേ വിശേഷങ്ങൾ പറഞ്ഞു അത്രേ. എന്താവും പറഞ്ഞത്? നാട്ടുകാർ പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് നേരിട്ട് കേൾക്കുന്നതല്ലേ. എന്താ നിന്റെ ബിസിനസ്സിന് പറ്റിയത്? ഓഹോ, അപ്പൊ അവൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണല്ലേ. അപവാദം പ്രചരിപ്പിച്ച് നാട്ടുകാരെ ഇളക്കി വിട്ടും അജയചന്ദ്രൻ നായർ കുലുങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ പുതിയ കഥയായിട്ട് ഇറങ്ങിയിരിക്കുക തേണ്ടി. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞതെല്ലാം നുണ അല്ലേ? പിന്നെ ഞാനാണോ നുണ പറയുന്നത്? ദൈവം തമ്പുരാൻ സഹായിച്ച് എനിക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ അവിടെ പറ്റിയാൽ തന്നെ എനിക്കിവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുമോ? എന്തെങ്കിലും സംഭവിച്ചു തന്നെ ഇരിക്കട്ടെ. ആദ്യം ഞാൻ അച്ഛനോടല്ലേ പറയുള്ളൂ. അച്ഛൻ എന്താ എന്നെ വിശ്വാസമില്ലേ? അച്ഛൻ നോക്കിക്കോ, 1 മാസം കൂടി കഴിഞ്ഞാൽ ഈ കയ്യിൽ എത്താൻ പോകുന്നത് കോടികളാ. പഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള സ്ഥലത്തെ 4 കെട്ട് നടുമിറ്റോക്കുള്ള ഒരു ഉഗ്രം വീട് അച്ഛന്റെ പേരിൽ ഞാൻ പണിയും. തുടങ്ങി വെച്ചത് ഓരോന്നും ഞാൻ പൂർത്തിയാക്കും. അസൂയക്കാർ എന്ത് വേണമെങ്കിലും പറയട്ടെ. മാണിക്കോത്ത് അച്ചുവന്നാരും മക്കളുവേ ഇനി തമ്പുരാക്കന്മാരെ പോലെ ഈ നാട്ടിൽ ജീവിക്കാൻ പോണം. അതിന് ചൊരുക്ക് തോന്നുന്നവർ പറയുന്നത് ഈ ചെവി കൂടെ കേട്ട് നമുക്ക് ഈ ചെവി കൂടെ കളയാച്ചാ എന്തേ? കണ്ണാടി നോക്കി സ്വന്തം രൂപത്തോട് പോലും നിനക്ക് നുണ പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ എൻ്റെ മുമ്പിൽ നിന്റെ വേഷം കെട്ട് വേണ്ട. ലോകത്തിന്റെ മുഴുവൻ മുമ്പില് നുണ പറഞ്ഞ് പിടിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ ഞാൻ, രശ്മിയോടും നിന്നോടും ഒക്കെ. പക്ഷെ അച്ഛന്റെ മുമ്പില് ഞാൻ ആകെ പതറിപ്പോയടാ. അപ്പൊ നീ എല്ലാം അവസാനിപ്പിച്ചിട്ടാണോ പോകുന്നത്? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യൂടാ? നിനക്കറിയില്ലേ മനോജിനെ? ഞാനും അവനും കൂടിയാ അവൻ്റെ ഒരു ഫ്രണ്ട് അറബിയുടെ കയ്യിൽ നിന്ന് എൻ്റെ സ്പോൺസർ വഴി അജ്മാനിൽ ഒരു ലിക്കർ ലൈസൻസ് ശരിയായി കൊടുക്കാമെന്ന് പറഞ്ഞ് കുറേ പണം വാങ്ങിയത്. ആ പണം കൊണ്ട് ഞങ്ങൾ ബിസിനസ് തുടങ്ങി. ആദ്യമൊക്കെ സ്വപ്നം കാണുന്ന പോലെയായിരുന്നു ലാഭം വന്നുകൊണ്ടിരുന്നത്. ആ ധൈര്യത്തിലാണ് ഞാൻ മനോജിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങിയത്. പക്ഷേ എവിടെയോ ഒന്ന് പാളി.
ചിലപ്പോൾ ഞങ്ങളുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം, കൂട്ടത്തിലെ സാമ്പത്തിക മാന്ദ്യവും. അതിനിടയിൽ ലൈസൻസ് ശരിയാവാത്തതുകൊണ്ട് ആ അറബി മനോജിനെതിരെ കേസ് കൊടുത്തു. അവൻ ജയിലിലായി. അവനെ ഇറക്കാൻ വേണ്ടിയിട്ടാ അന്ന് ഞാൻ പെട്ടെന്ന് അവിടം വരെ പോയത്. ബാങ്കിലുണ്ടായിരുന്നതും അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തത് എല്ലാം കൂടി കൂട്ടിയിട്ട് അറബിയുടെ പൈസ കൊടുത്തു തീർത്തു. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ വയ്യാതായതുകൊണ്ടാ എല്ലാം അവസാനിപ്പിച്ചിങ്ങോട്ട് മുങ്ങിയത്. ഇനി എന്താ ചെയ്യാൻ പോണത്? ഒന്നും അറിയില്ല സുഗത. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാൽച്ചോട്ടിലെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. നീ ധൈര്യമായിട്ടിരിക്കെ, എന്തെങ്കിലും ഒരു വഴിതെളിയും. നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയില്ലേ ആ ജയചന്ദ്രൻ നായർ പൊളിഞ്ഞു എന്നുള്ളത്? നാട്ടുകാരോട് പോകാൻ പറ. നീ നിന്റെ കാര്യം നോക്ക്. ഇനി വിചാരിച്ചാലും പോയതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. അതൊന്നുമല്ല ഇപ്പം എൻ്റെ പ്രശ്നം. എനിക്ക് എൻ്റെ മോൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. ലക്ഷ്മിയുടെ ഓപ്പറേഷനുള്ള പൈസ ഉണ്ടാക്കണം. അതിപ്പോ ഈ അവസ്ഥയിൽ നമുക്ക് ആ കുട്ടിയുടെ അച്ഛനോട് കാര്യങ്ങൾ പറയാം. അവർ വേറെ വഴി നോക്കട്ടെ. ഏയ്, അതൊന്നും പറ്റില്ല. ആ കുട്ടി എൻ്റെ മോളെ പോലെയാ. അവളെ മരണത്തിന് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല. ലക്ഷ്മിയുടെ ഓപ്പറേഷൻ നടക്കുന്ന ഉറപ്പായത് മുതൽ എൻ്റെ മോളുടെ സന്തോഷം ഞാൻ കാണുന്നതാ. ആ സന്തോഷം ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ഒരല് ചെന്ന് മദ്ദളത്തോട് പരാതി പറയാന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഉദ്ദേശിച്ച ഫണ്ട് ബ്ലോക്കായി. അതുകൊണ്ട് കച്ചവടം ഒഴിയല്ലാതെ ഞാൻ നോക്കിയിട്ട് മറ്റു മാർഗം ഒന്നും കാണുന്നില്ല പറയിച്ചിട്ടാ. നടക്കുന്ന കാര്യം പറയണ്ട നായരെ. വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാൻ നമ്മൾ എവിടെ പോവാനാ? എൻ്റെ മോൻ ജോസ് കട്ടായം പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് തന്നിട്ട് ആര് കച്ചവടം തെറ്റിച്ചാലും പൈസ മടക്കി കൊടുക്കണ പ്രശ്നമില്ല. കരാറിൽ അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഇല്ലേ? അല്ല, മനുഷ്യരാകുമ്പോൾ ചില കാര്യങ്ങളൊരു നീക്കുപോക്ക് പതിവുണ്ടല്ലോ. കാശിന്റെ കാര്യത്തിൽ വർഗീസേട്ടന് ഒരു നീക്കുപോക്കും ഇല്ല എൻ്റെ മോനെ. ഗതികേടുകൊണ്ടാ നായരെ ഇപ്പൊ തന്നെ താൻ തന്ന കാശുകൊണ്ടാ കഷ്ടിച്ചൊന്ന് പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ കുടുംബ അടക്കം കെട്ടിത്തൂങ്ങി ചാവേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ. ആന മെലിഞ്ഞാൽ തൊഴുത്തി കെട്ടാൻ പറ്റില്ല എന്ന് പറയണ പോലെയാ. നമുക്ക് സാധാരണക്കാരുടെ അടുത്ത് എന്തൊരു പണം കടം പിടിക്കാൻ പറ്റുമോ? അതിന് നായരെ പോലെ ആരെങ്കിലും മുമ്പിൽ വന്ന് പെടണ്ടേ? വേറൊന്നും തോന്നരുത്. വന്ന സ്ഥിതിക്ക് ഞാനൊരു 500 ഉറുപ്പിക എടുക്കും. 2 പെഗ് അടിക്കാൻ പോലും പൈസ ഇല്ലാത്ത കാല. ഞാനൊരു പല്ല് കൊഴിഞ്ഞ സിംഹാടോ. കോട്ടനായരെ, താങ്ക് യു. ചേഞ്ചില്ല, നാളെ തരാം. ശരി. അജേട്ടാ, നാളെയാണ് ലക്ഷ്മിക്ക് പോകേണ്ടത്. നമ്മൾ ഇന്ന് കാശുമായിട്ട് ചെല്ലുന്ന അച്ചു അവളോട് പറഞ്ഞത്. അയ്യോ, സത്യം പറഞ്ഞ രശ്മി, ഞാനത് ഓർത്തില്ല. ഈ ബിസിനസിന്റെ തിരക്കായിട്ടുള്ള ഓട്ടത്തിനിടയിൽ നാളെ അവർ പോകുന്നതിന് മുമ്പ് കൊടുക്കാം. അജേട്ടാ, എന്നോട് പറ, കുറച്ച് ദിവസമായി അജേട്ടൻ ഒരു മാറ്റം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? അയ്യോ, യാത്രാ ക്ഷീണല്ലേ. നീ പോയി എനിക്കൊരു ചായ എടുത്തോണ്ടോ. മറ്റൊരാളുടെ മകളുടെ ഓപ്പറേഷന് വേണ്ടി മിസ്റ്റർ അജയേന്ദ്രൻ നായരുടെ മനസ്സുരുകുന്നത് തന്നെ ഈ മാലയുടെ പോസിറ്റീവ് എനർജിയുടെ ഫലമാണ്. പക്ഷേ ഇന്ന് ചൊവ്വാഴ്ചയായിട്ടും മെറൂണിന് പകരം താങ്കൾ വെള്ള കള്ളി ഷർട്ടിട്ടു. ഫലം നന്നല്ല. എങ്കിലും പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? എനിക്ക് വേണ്ടത് കുറച്ച് പണോ. അതെങ്ങനെയെങ്കിലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സംഘടിപ്പിച്ചേ പറ്റൂ. അതിനു വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാൻ. മന്മനാഭവ മത് ഭക്തോ മദ്യാജിമാം നമസ്ഗുരു എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടില്ലേ? അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ മനസ്സർപ്പിക്കുക, അവിടുത്തെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. ആരാധിക്കാനും പ്രണമിക്കാനൊന്നും എനിക്ക് സമയമില്ല. സാറെന്ന് പറഞ്ഞ പോലെ ഇത് തിരിച്ചെടുത്തിട്ട് ആ വജ്രത്തിന്റെ പൈസ തന്നേക്ക്. അവർ ആശുപത്രി പോകാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇതിന്റെ പണം കൈ കിട്ടിയാ പിന്നെ ബാക്കിയല്ലേ ഞാൻ അന്വേഷിക്കണ്ടു. ഒരു വലിയ സംരക്ഷണ കവചമാണ് മിസ്റ്റർ അജയൻ ഉപേക്ഷിക്കുന്നത്. സാരമില്ല സാർ, എനിക്ക് വേറെ വഴിയില്ല. മിസ്റ്റർ അജയേന്ദ്രൻ നായർക്ക് ഇതിന്റെ വില തിരിച്ചു കൊടുത്തേക്കൂ. ബാക്കി പണം എങ്ങനെ ഉണ്ടാക്കും? അത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ? അറിയില്ല സാർ, പക്ഷെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയേ പറ്റൂ. അജയൻ ഒരുപാട് നന്മയുള്ള മനുഷ്യനാണ്. ദൈവം പരീക്ഷിക്കുന്നത് നന്മയുള്ളവരെയാണ്. 2000-ഓളം രൂപയാണ് മാർക്കറ്റിൽ ഈ വൈരത്തിന്റെ റേറ്റ്. അജയന്റെ പ്രത്യേക അവസ്ഥ പരിഗണിച്ച് ഇത് 5000 ഉണ്ട്. 5000 ഉണ്ട്. 5000 രൂപയോ? ഒറിജിനൽ വജ്രമാണ് ഇതിന് വില കൂടുന്നൊക്കെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അതെ, 50 രൂപ മുതൽ വിലയുള്ള വജ്രങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. പക്ഷെ മിസ്റ്റർ അജയൻ അന്ന് നൽകിയത് 2000 രൂപ വിലയുള്ള മികച്ച വജ്രമാണ്. എന്നെ കളിപ്പിക്കാൻ നോക്കണ്ട. 1,00,000 രൂപ അന്ന് എണ്ണി തന്നത്. അത് മാല തിരിച്ചു തന്നാൽ മടക്കി തരാന്നുള്ള ഉറപ്പില്. താങ്കൾക്ക് ഞങ്ങൾ തിരിച്ചു നൽകുന്നത് ആ മാലയിലെ കല്ലിന്റെ വിലയാണ്. അതിലടങ്ങിയിരിക്കുന്ന പോസിറ്റീവ് എനർജിയുടെ മൂല്യം അത് ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ മൂല്യത്തിന്റെ വില ഞങ്ങൾക്ക് എടുത്തല്ലേ പറ്റൂ.
താങ്കൾക്ക് പോകാം. ചായ വേണോ? ഇത് ചതിയാണ്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്റെ പണം തിരിച്ചു കിട്ടണം. ആവശ്യമെടുക്കണോ? ഗുണ്ടായിസമാണല്ലേ? പുറത്ത് പോലീസിന്റെ നിയമമുണ്ട്. ഈ വഞ്ചനയ്ക്ക് തനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. മലയാളത്തിലെ പ്രധാന പത്രങ്ങളിലെല്ലാം ഞാൻ ഈ ധനാകർഷണ ഭൈരവമാലയുടെ പരസ്യം കൊടുക്കാൻ തുടങ്ങിയിട്ട് വർഷം 10ആയി. ലക്ഷക്കണക്കിന് മാലകളാ ഇതുവരെ ഇവിടെ നിന്ന് വിറ്റുപോയിട്ടുള്ളത്. ദിവസവും ഈ മാലയും ആവശ്യപ്പെട്ട് ഇവിടേക്ക് വരുന്ന 100 കണക്കിന് എഴുത്തുകൾ അയക്കുന്നത് നിന്നെപ്പോലുള്ള എരപ്പാളി മലയാളികളാ. ഏതെങ്കിലും ഒരു മാലയും വളയും ഇട്ടാൽ കിട്ടാത്ത കാശ് ചിറക് വെച്ച് പറന്നു വരുമെന്ന് വിശ്വസിക്കുന്ന വിദ്യാസുരന്മാർ. നിന്നെപ്പോലൊരുത്തൻ കിടന്ന് ചെലച്ചാൽ ഇത് അവസാനിക്കാൻ പോണില്ല. ഇനിയും കൂടുകയേ ഉള്ളൂ. പിന്നെ കേസ് വിശ്വാസത്തിന്റെ കാര്യമല്ലേ രാജേന്ദ്രൻ നായരെ? തെറ്റാണോ ശരിയാണോ എന്ന് തെളിയിക്കാൻ ഇന്ത്യൻ പീനൽ കോഡ് പോരാ. പിടിച്ച് പുറത്താക്കണോ അവനെ? നോക്കിക്കോ, തന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഒരുത്തനില്ലേ രമേശൻ? അവൻ മുഖേന ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ കമ്മീഷനും അവൻ വാങ്ങിയിട്ടുണ്ട്. ചെന്ന് അവനോട് അന്വേഷിക്ക്. അപ്പോഴറിയാം കൂടുതൽ വിശേഷങ്ങൾ. ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുന്നു, അബദ്ധം പറ്റുന്നൊക്കെ മനസ്സിലാക്കാം. എന്നാലും ഇങ്ങനത്തെ ഒരു ഫ്രോഡിന്റെ കൈ ചെന്ന് നീ എങ്ങനെ അകപ്പെട്ടു? ഒന്നുമില്ലെങ്കിലും ചെറുപ്പത്തിൽ കുറച്ചാൽ ഈങ്കുലാ പിടിച്ച് നടന്നല്ലേ നീ? മതി. ഇനി നീയും കൂടി എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയ എന്റെ ഉള്ള ബലവും കൂടി ചോർന്നു പോകും. ലക്ഷ്മിയ, മണി 2 ഇനിയും പൈസ ശരിയായിട്ടില്ല എന്ന് ഞാൻ എങ്ങനെ അവളോട് പറയും? എന്താ എടുക്കുന്നില്ലേ? ഇല്ല. അജയൻ സാറിന് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ ദേവു? വരുന്നു പറഞ്ഞതല്ലേ, വരും. ഇങ്ങനെ ഫോൺ കട്ടിയിട്ട് എന്താ കാര്യം? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നമുക്കേ രമേശനെയും കുട്ടി ആ ഏറ്റുമാനൂരുകാരുടെ ഒന്നുകൂടി ചെല്ലാം. എന്റെ എത്ര ലക്ഷം രൂപ അവർ പിടിച്ചു പറിച്ചത് കാര്യം പറഞ്ഞ അവർക്ക് മനസ്സിലാവാതിരിക്കില്ല. കിട്ടിയ ഈ ട്രെയിൻ തെറ്റിയാലും നമുക്ക് അവരെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാലോ. അജയ നോക്കി, ഈ രമേശനല്ലേ നീ ഏറ്റുമാറ്റം കൊണ്ടുപോകാൻ തീരുമാനിച്ചത്? എല്ലാവർക്കും കുറേശ്ശെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനിവനെ കുറെ പണം ഏൽപ്പിച്ചതാ സുഗത. എന്നാലത് ഗോപിയായെന്ന് കൂട്ടിക്കോ. വജ്രമാലയുടെ കാര്യത്തിലും സ്ഥലക്കച്ചവടത്തിന്റെ കാര്യത്തിലും നീ എന്നെ പറ്റിച്ചു. ആ പാവങ്ങൾക്ക് കൊടുക്കാൻ തന്നേൽപ്പിച്ച കാശ് നീ എടുത്തു അല്ലടാ. പിടിവിട്, പിടിവിട്. എന്താ പ്രശ്നം? ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം. ഇവിടെ അങ്ങനെ നിങ്ങൾക്ക് മാത്രമായിട്ടൊരു കാര്യം നടപ്പില്ല. അതെ, എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് ചേർന്നുള്ള ഒരു സമരമാണിത്. അതിൽ എന്നോട് മാത്രമായിട്ട് അജേട്ടൻ ഒരു കാര്യം പറയണ്ട. പിന്നെ ഞാൻ ആരോടാണ് പറയേണ്ടത്? ഇങ്ങനെ ഒരു സമരം നടക്കുമ്പോ എന്റെ പാർട്ടിക്കാർക്ക് മാത്രം ഒഴിച്ചിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് നിൽക്കുന്നത്. അജയേട്ടന്റെ സ്ഥലത്തിന്റെ സ്വന്തം അച്ഛനാണെങ്കിലും ഞാൻ ഇത് തന്നെ ചെയ്യൂ. രമേശ, സകലതും കൈവിട്ട് നിൽക്കുക. ഞാൻ അപകടം പറ്റി ഓരോരുത്തർക്കും കുറേശ്ശെ കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇവനെ കുറെ പണം ഏൽപ്പിച്ചതെന്ന്. പണോ? എന്നെ? എന്റെ അമ്മ ഇതെന്തൊരു കല്ല് വെച്ചെന്നോണാ? അയ്യോ സുരേന്ദ്ര, നിങ്ങളുടെ പാർട്ടി പറഞ്ഞ നേരാ. മുതലാളിത്തെ എപ്പോഴും നുണേ പറയുള്ളൂ. വിളിക്കണ മുദ്രാവാക്യം. പാവങ്ങളോട് കാണിക്കരുത്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ആ പന്തല് നിങ്ങളുടെ വീട്ടുമുറ്റത്തെ കെട്ടാൻ പോണത്. കൊണ്ടുപോടാ പന്തല് കെട്ടാൻ. എന്താ നീ കാശൊന്നും മേടിച്ചിട്ടില്ല? ഇല്ലെന്നേ. അക്കളി തീക്കളി സൂക്ഷിച്ചോ, അക്കളി തീക്കളി സൂക്ഷിച്ചോ.